മമതാ ബാനർജി നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് കൊൽക്കത്ത ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി എന്നതാണ് വാർത്ത. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ച 3 ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ ഇടക്കാല അനുമതി വേണമെന്ന ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ED TMCയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ഇതിൽ 440 കോടിയിലധികം രൂപ ഉണ്ട് എന്നാണ് ED വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ, നിയമവിരുദ്ധമായി പണം സമാഹരിക്കൽ, സംശയാസ്പദമായ ഫണ്ടുകൾ പാർട്ടിയുടെ ചില ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൈമാറൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു നീലയും വെള്ളയും ഉള്ള ഒരു കോട്ടൺ സാരിയും ഉടുത്ത് വള്ളിച്ചപ്പലുമിട്ട് കളിഘട്ടിലെ ഒരു ചെറിയ കുടിലിൽ താമസിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മമതാ ബാനർജി വാരിക്കൂട്ടിയത് 440 കോടി രൂപയാണെന്നാണ് ഈ അക്കൗണ്ടിലെ തുക കണക്കിലെടുക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്നത്. ഒരു സ്വകാര്യ ജെറ്റും ഹെലികോപ്റ്ററും മമതാ ബാനർജിക്കും അനന്തരവനും ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അതിന്മേലും അന്വേഷണം നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 15 വർഷം ബംഗാൾ ഭരിച്ചപ്പോൾ മമതാ ബാനർജി ഉണ്ടാക്കിയ സ്വത്ത് എത്രത്തോളം വരുമെന്ന് നമ്മൾ ഞെട്ടലോടെ അത്ഭുതം കൊണ്ട് കണ്ണു തള്ളിപ്പോവുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകരെ പോകുന്നു. അത് പാക് അധീന കശ്മീരിൽ നിന്നുള്ള ഒരു വാർത്തയാണ്.